ഞാൻ ബിടെക് തേർഡ് ഇയർ പഠിക്കുമ്പോൾ തേർഡ് ഇയറിലെ ഫൈനൽ ആറാമത്തെ സെമിസ്റ്ററിൻ്റെ ഫൈനൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ എക്സാംസ് എല്ലാം രാവിലെ 9:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ എക്സാം, ആ സെമിസ്റ്ററിലെ ഫൈനൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ 9:30ക്കാണ് എക്സാം. എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം തുടങ്ങുന്നതിന് ഏകദേശം 5 മിനിറ്റ് മുമ്പ് മാത്രമേ ഞാൻ കോളേജിൽ എത്തത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ദിവസവും എക്സാം തുടങ്ങുന്നതിന് 5 മിനിറ്റ് കരുതിയാണ് ഞാൻ, മനഃപൂർവ്വമല്ല, അങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളത്, അങ്ങനെ എത്താറുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ കൃത്യം 9:30, ഏകദേശം 9:30 കോളേജിലെത്തി. എക്സാം അന്ന് തുടങ്ങിയത് 9 മണിക്കായിരുന്നു. ഫൈനൽ എക്സാമാണ്. അപ്പോൾ നമുക്കറിയാം, യൂണിവേഴ്സിറ്റി എക്സാം അരമണിക്കൂർ കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അവർ എഴുതിക്കത്തില്ല. അപ്പോൾ ഞാൻ 9:35 ക്ലാസ്സിലെത്തി നോക്കിയപ്പോൾ എല്ലാവരും ക്ലാസ്സിലിരുന്ന് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന ഒരു മിസ്സ് തന്നെയാണ് ആ എക്സാം ഹാളിൽ നിന്നിരുന്നത്. കൃത്യം 9:35 9 മണിക്ക് എക്സാം തുടങ്ങി. സാധാരണ 9:30ക്കാണ് എക്സാം തുടങ്ങാറുള്ളത്. എന്തോ കാരണവശാൽ അന്ന് 9 മണിക്ക് എക്സാം തുടങ്ങി. ഞാൻ എത്തിയത് 9:35. അപ്പം മിസ്സ് എന്നോട് പറഞ്ഞു, നിങ്ങൾ എക്സാം എഴുതിക്കത്തില്ല. ഓർക്കണം, എനിക്ക് അന്ന് വരെ ഒരു ബാക്ക് പേപ്പേഴ്സും ഇല്ല. ഫൈനൽ എക്സാമാണ്. അത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ ആ എക്സാമിന് 2 ആഴ്ച ഗ്യാപ്പും ഉണ്ടായിരുന്നു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. മിസ്സ് പറഞ്ഞു എഴുതിക്കത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ചെന്നു. പ്രിൻസിപ്പൾ അതിനേക്കാൾ ഇതാണ്. പ്രിൻസിപ്പൾ ഒരു കാരണവശാലും നടക്കത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ എൻ്റെ നാട്ടിൽ നിന്ന് വന്നൊരു സാറുണ്ടായിരുന്നു. അപ്പോൾ സാറിനോട് ഞാൻ പറയുകയും സാറ് പ്രിൻസിപ്പളിനോട് സംസാരിക്കുകയും പ്രിൻസിപ്പൾ എന്നെ എക്സാം എഴുതാൻ അനുവദിക്കുകയും ചെയ്തു. പക്ഷേ പുള്ളി ഒരു കണ്ടീഷൻ പറഞ്ഞു. 2.5 മണിക്കൂറത്തെ എക്സാം ആയിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞു. ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് എക്സാമിന് വിനിയോഗിക്കാം, കൂടുതൽ സമയം തരത്തില്ല. ഓക്കെ, ഞാൻ സമ്മതിച്ചു. എക്സാം ഹാളിൽ കയറി. അപ്പോൾ ടെൻഷനുണ്ട്, എക്സാം എഴുതി തീർക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷനുണ്ട്. എക്സാം പേപ്പർ നോക്കിയപ്പോൾ ആ ടെൻഷൻ പൂർണ്ണമായി. കാരണം എക്സാം പേപ്പർ വളരെ ടഫാണ്. ടെൻഷനായി, എക്സാം പേപ്പർ ടഫാണ്, ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എക്സാം എഴുതാൻ തുടങ്ങി. എങ്ങനെയൊക്കെ എഴുതാൻ തുടങ്ങി 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മിസ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചു. ഹോൾ ടിക്കറ്റ് എൻ്റെ കയ്യിലില്ല. അവർ വീണ്ടും എന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഹോൾ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നു. ഡിപ്പാർട്ട്മെൻറ്റിൽ മിസ്സുമാരും ഇല്ലായിരുന്നു. 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. വീണ്ടും ഞാൻ എക്സാം ഹാളിലെത്തി. നോക്കണം, ബാക്കി 55 മിനിറ്റ് എനിക്ക് സമയം എക്സാം എഴുതാൻ ഉണ്ടായിരുന്നുള്ളൂ. 2.5 മണിക്കൂറിൻ്റെ എക്സാമാണ്, 55 മിനിറ്റ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ല, ഫുള്ള് ടെൻഷനായിരുന്നു. എഴുതാൻ തുടങ്ങി, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ എഴുതി. കൃത്യം സമയം കഴിഞ്ഞപ്പോൾ മിസ്സ് പേപ്പർ മേടിച്ചിട്ട് പോയി. ഞങ്ങൾക്ക് എക്സാം എഴുതാൻ കിട്ടുന്ന ഒരു 30 പേജുള്ളൊരു ബുക്ക്ലെറ്റാണ്, ആൻസർ ബുക്ക്ലെറ്റ്. അതിൻ്റെ അകത്ത് 18 പേജ് പോലും ഞാൻ തികച്ചെഴുതിയിട്ടില്ല. എക്സാം ഭയങ്കര ടഫായിരുന്നു. എന്തോ എഴുതി വെച്ച് ഞാൻ ഇറങ്ങി. എക്സാം തോക്കുന്നതിന് ഉറപ്പിച്ച് ഇറങ്ങി പോന്നു. ബട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ കൃപാസനത്തിൻ്റെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ കൃപാസനത്തിൻ്റെ ഒരു പത്രം അവിടെ ടീപ്പോയിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. അതെടുത്ത് മറിച്ച് നോക്കിയപ്പോൾ ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രെയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടു. എന്തുവാകട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് കരുതി ഞാൻ റിക്വസ്റ്റ് എഴുതി. പിറ്റേ ദിവസം തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് പ്രാർത്ഥിച്ചു, പിറ്റേ ദിവസം പ്രാർത്ഥിച്ചു, 2 ആഴ്ച പ്രാർത്ഥിച്ചു, 3 ആഴ്ച പ്രാർത്ഥിച്ചു, 4 ആഴ്ച പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞു 30 പേജുള്ള ബുക്ക്ലെറ്റിൽ 18 പേജ് പോലും ഞാൻ തികച്ചെഴുതിയിട്ടില്ല. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 90+ മാർക്കോടെ എനിക്ക് പാസ്സാകാൻ പറ്റി. വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ്. കൃപാസനം പ്രസാദന മാതാവിൻ്റെ സംരക്ഷണവും കരുതലുമാണ് അതിന് പിന്നിലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മറ്റൊരു കാര്യം, ആ കോളേജിൽ അന്ന് എഴുതിയതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായിരുന്നു. അതും ഒരു അത്ഭുതമായിട്ട് ഞാൻ കരുതുന്നു. എനിക്ക് തോന്നുന്നത് ലൂക്ക 1:37, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. അത് എൻ്റെ ജീവിതത്തിൽ ശരിക്കും പ്രാവർത്തികമായത് അന്നാണ്. അപ്പോൾ എനിക്കൊരു അഡ്വൈസ് തരാനുള്ളതല്ല, എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവമാണ്. പുട്ട് ഗോഡ് ഫസ്റ്റ്. നിങ്ങളുടെ എല്ലാ എഫേർട്ടിലും ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുക. ഇഫ് യു പുട്ട് ദ ഗോഡ് ഫസ്റ്റ്, യു ഗെറ്റ് ദ റിസൾട്ട് ബെറ്റർ ദാൻ യു എക്സ്പെക്റ്റഡ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തുള്ള വിജയം നിങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഇഫ് യു പുട്ട് ഗോഡ് ഫസ്റ്റ്.